ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ കൂട്ടുകാരിയോട് സംസാരിക്കുകയായിരുന്നു. ഇതേപോലൊരു നല്ല മനുഷ്യനെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കച്ചവടത്തിൽ ഇത്രയധികം ലാഭമുണ്ടാകുന്നത്. അതിന് കാരണം ആ മനുഷ്യനാണ്. അബൂ ത്വാലിബിന്റെ അനന്തരവനെ ജോലിക്ക് നിർത്തിയത് എന്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു. അതെ, നീ ഭാഗ്യവതിയാണ്, കൂട്ടുകാരി പറഞ്ഞു. നീ അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം നല്ലവനാണ്, മാത്രമല്ല നിനക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടവുമാണ്. അപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഇക്കാര്യം ചിന്തിച്ചത്. നീ പറഞ്ഞത് ശരിയാണ്. എന്നെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ എന്ന് നീ അദ്ദേഹത്തോട് ചോദിക്കുമോ? അടുത്ത ദിവസം അവൾ പ്രവാചകനെ കാണാൻ പോയി. അദ്ദേഹത്തെ കണ്ട ഉടൻ തന്നെ ചോദിച്ചു, താങ്കൾ എന്താണ് വിവാഹം കഴിക്കാത്തത്? എനിക്ക് ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള മാർഗമില്ല. പ്രവാചകൻ സത്യസന്ധമായി മറുപടി പറഞ്ഞു, ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതില്ലെങ്കിൽ നിങ്ങൾ ഒരു വിവാഹത്തിന് സമ്മതിക്കുമോ? അവൾ ചോദിച്ചു. അതെങ്ങനെ സാധ്യമാകും? പ്രവാചകൻ ചോദിച്ചു. ഖദീജയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അവർ വീണ്ടും ചോദിച്ചു. ഞാൻ അവരെ ബഹുമാനിക്കുന്നു. അവർ അറിവും ദൈവഭക്തിയുമുള്ള ദയാലുവുമായ ഒരു സ്ത്രീയാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു. അവർ താങ്കളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾ എന്തു ചെയ്യും? അവർ ചോദിച്ചു. പ്രവാചകൻ ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. ഒരു ജോലി നൽകിയതിൽ അദ്ദേഹത്തിന് അവരോട് വളരെ ബഹുമാനമായിരുന്നു. അമ്മാവനോട് സംസാരിച്ചതിനു ശേഷം ഞാൻ മറുപടി തരാം, അദ്ദേഹം പറഞ്ഞു. പ്രവാചകൻ തന്റെ അമ്മാവനോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അബൂ ത്വാലിബിന് വളരെയധികം സന്തോഷമായി. ഖദീജ റളിയല്ലാഹു അൻഹ ഒരു നല്ല സ്ത്രീയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിവാഹത്തിൽ വളരെ സന്തോഷമായിരുന്നു. പ്രവാചകൻ തന്റെ അമ്മാവന്റെ അനുവാദം അവരെ അറിയിക്കുകയും അവർ പരസ്പരം വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അവർ അബൂ ത്വാലിബിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. താമസിയാതെ അവർ ഒരു വലിയ വീട്ടിലേക്ക് താമസം മാറി. പ്രവാചകനും ഖദീജ റളിയല്ലാഹു അൻഹയും ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. അവർ എല്ലാ കച്ചവടവും തന്റെ ഭർത്താവിനെ ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമ്പത്ത് വിവേകപൂർവം ഉപയോഗിക്കുകയും താമസിയാതെ അദ്ദേഹം മക്കയിലെ ഏറ്റവും സമ്പന്നനായ ഒരാളായി തീരുകയും ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹ 6 കുട്ടികൾക്ക് ജന്മം നൽകി. 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. എന്നാൽ 2 ആൺകുട്ടികളും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരിച്ചു. സൈനബ, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ ഇവരായിരുന്നു അവരുടെ പെൺമക്കൾ. അവർ വളർന്ന് സുന്ദരികളായ യുവതികളായി മാറി. വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരുന്നു. അദ്ദേഹം പലപ്പോഴും ഹിറ പർവ്വതത്തിന്റെ മുകളിൽ പോയി ഇരിക്കുമായിരുന്നു. അവിടെ ഇരുന്നാൽ മക്ക മുഴുവനായും കാണാമായിരുന്നു. അദ്ദേഹത്തിന്റെ സംശയങ്ങളിൽ പലതും മുൻപ് ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നതായിരുന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണെന്നും മനുഷ്യൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ആലോചിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഈ ലോകത്തിൽ തന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഒരിക്കൽ അദ്ദേഹം മരിക്കുമ്പോൾ അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്നും അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം നക്ഷത്രങ്ങളെ നോക്കി അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. ഹിറ മലയിൽ തനിച്ചിരുന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ഇളയ മകൾ ഫാത്തിമയുടെ കയ്യിൽ അദ്ദേഹത്തിനുള്ള ഭക്ഷണം കൊടുത്തയക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ആ മലയുടെ മുകളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവിടെ ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ മലക്കിനെ കണ്ടപ്പോൾ പ്രവാചകൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ മലക്ക് പ്രവാചകനോട് വായിക്കാൻ ആവശ്യപ്പെട്ടു. എഴുത്തും വായനയും അറിയാത്ത അദ്ദേഹത്തിന് എങ്ങനെ വായിക്കാൻ കഴിയും? എനിക്ക് വായിക്കാൻ അറിയില്ല, അദ്ദേഹം മലക്കിനോട് പറഞ്ഞു. പെട്ടെന്ന് ആ മലക്ക് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, വായിക്കുക. എനിക്ക് വായിക്കാൻ അറിയില്ല, അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ മലക്ക് അദ്ദേഹത്തെ നന്നായി പിടിച്ചമർത്തി. അദ്ദേഹത്തിന് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തളർന്നു പോയി. അപ്പോൾ മലക്ക് വീണ്ടും പറഞ്ഞു, വായിക്കുക. നീ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. അവൻ മനുഷ്യനെ ഒരു രക്തക്കട്ടയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിന്റെ നാഥൻ പരമകാരുണ്യവാനാണ്. അവൻ വിചാരിച്ചാൽ എഴുതാൻ കഴിയും, എഴുതാനും വായിക്കാനും അറിയാത്തവനാണെങ്കിൽ പോലും. പ്രവാചകൻ ആ വാക്കുകൾ വിറയ്ക്കുന്ന ഹൃദയത്തോടെ ആവർത്തിച്ചു. പ്രവാചകൻ അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. പ്രവാചകൻ തന്റെ അനുഭവത്തിൽ പരിഭ്രാന്തിപ്പെട്ടു. അദ്ദേഹം
വീട്ടിലെത്തിയ ഉടനെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയോട് ഒരു പുതപ്പെടുത്ത് തന്നെ പുതപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം വിറക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭീതി മാറുന്നത് വരെ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു പുതപ്പെടുത്ത് അദ്ദേഹത്തെ പുതച്ചു. എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം ഭാര്യയോട് വിശദീകരിച്ച് പറഞ്ഞതിനു ശേഷം തനിക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടോ എന്ന് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞു, അങ്ങനെ ഞാൻ കരുതുകയില്ല. അങ്ങ് സത്യവാചകം സംസാരിക്കുന്നു, സത്യത്തിൽ വിശ്വസിക്കുന്നവനുമാണ് അങ്ങ്. അങ്ങയുടെ സഹചാരികളെ സഹായിക്കുക. തുടർന്ന് ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ ബന്ധുവായ വരവ ബിൻ നൗഫലിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം വൃദ്ധനും അന്ധനുമായിരുന്നു. എന്നാൽ വേദഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അദ്ദേഹം അത് അറബിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അവരുടെ ഭർത്താവിന് എന്താണ് സംഭവിച്ചത് എന്ന് അവർ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇത് മൂസയുടെ മടങ്ങി വന്ന പരിശുദ്ധാത്മാവാണ്. അദ്ദേഹം തന്റെ ജനത്തിനു വേണ്ടി പ്രവാചകനാകും. ഹൃദയത്തിൽ ധീരത കാണിക്കാൻ അദ്ദേഹത്തോട് പറയുക. പ്രവാചകന്റെ ജീവിതത്തിൽ തുടർന്നും ഇതുപോലെയുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ അനുയായികൾ അത് ആട്ടിൻ തോലിൽ എഴുതി സൂക്ഷിച്ചു. ക്രമേണ അദ്ദേഹത്തിന് വെളിപ്പെടുത്തലുകളുടെ അർത്ഥം മനസ്സിലായി തുടങ്ങി. ഖുർആനിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. മാഷാ അല്ലാഹ്, ഈ കഥ നല്ലതായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമായി. ഖദീജ റളിയല്ലാഹു അൻഹയെ കൂടുതൽ കഥകൾ പറഞ്ഞു തരുമോ അങ്കിൾ? തീർച്ചയായും പറയാം. അവരുടെ രസകരമായ ധാരാളം കഥകളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ എനിക്ക് പോകാനുള്ള സമയമായി. ഗുഡ് ബൈ. ഗുഡ് ബൈ. മഅസ്സലാമ യൂസുഫ് അങ്കിൾ. മഅസ്സലാമ അബു.